ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലിത് മൈദ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇത് ഞാൻ വീറ്റ് ഫ്ലോർ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. മൈദ വെച്ചിട്ടും ചെയ്യാം. അതിന് 1 കപ്പ് വീറ്റ് ഫ്ലോർ, 1 മുട്ട, പിന്നെ ഒരു കപ്പ് പാലിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഈ വീറ്റ് ഫ്ലോറും പിന്നെ അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മുട്ട, ഈ പാലിൻ്റെ മിക്സ് പകുതി ഞാനിതിൽ ചേർത്തിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ബാക്കി പകുതി ഇതൊന്ന് അടിച്ചതിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിത് നോക്കി നോക്കാം, നമുക്ക് നല്ല ലൂസ് ബാറ്ററാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് കുറേശ്ശെ ഒഴിച്ചിട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് ആദ്യം അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ചൊന്ന് കലങ്ങാത്ത ഭാഗമില്ല, അതൊക്കെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയിട്ട് ബാക്കിയുള്ള പാലും കൂടി ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ലൂസ് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതൊന്നും കൂടിയും അടിച്ച് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാനൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ബട്ടറോ ഗീയോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് ചുറ്റിക്കൊന്നും വേണ്ട. ഈ പാനിൽ ഒഴിച്ച് ആ പാൻ അതുപോലെ തന്നെ ഒന്ന് റൗണ്ടാക്കി ചുറ്റിച്ച് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ഇത് മാവാണിത്. അതുകൊണ്ട് തന്നെ തിന്നായിട്ടുള്ളൊരു അപ്പമാണിത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇതിങ്ങനെ ഇളക്കുമ്പോഴൊക്കെ പൊട്ടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ചുറ്റിച്ചെടുക്കുന്നതാണ് നല്ലത്. അതൊന്ന് ചൂടായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡൊന്ന് ചൂടായിട്ടുണ്ട്, അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ചൂടായതിന് ശേഷം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. വളരെ തിന്നായിട്ടുള്ള അപ്പമല്ലത്, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് തീയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് മാറ്റിയിട്ട് അടുത്തപ്പം ചുട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ നല്ല തിക്ക് തേങ്ങാപ്പാലൊക്കെ എടുത്ത് ഇതിൻ്റെ കൂടെ പഞ്ചസാര കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഹണി കൂട്ടിയിട്ട് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കറി കൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നെറ്റെല്ലാം തേച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പഴം സ്ലൈസ് ചെയ്ത് വെച്ച് റോൾ ചെയ്ത് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനും സ്നാക്സൊക്കെ ആയിട്ട് ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നെറ്റല്ലേയും പഴവും നല്ലൊരു കോമ്പിനേഷനല്ലേ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.